നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ, ചായ. മധുരം കുറച്ചില്ല നമ്മൾ ഇട്ടുള്ളൂ. അച്ഛാ, രഘുവേട്ടനും ഞാനും കൂടി ഇന്ന് ഹോസ്പിറ്റലിൽ പോയി നിന്നോളാം. അല്ലെങ്കിൽ എല്ലാം നോക്കി നടത്തുന്നത് വിനയനാണെന്ന് അവര് വരുത്തി തീർക്കും. ആ, നിങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചോടെ പോയി നിൽക്കുന്ന എന്തുകൊണ്ടും നല്ലതാ. രഘു എന്തായാലും രാവിലെ മുതൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി നിന്നോളാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ, അതുകൊണ്ടാ ഞാനും ഒരുമിച്ചങ്ങ് പോവാന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ രഘുവേട്ടൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുവാണെന്ന് പറഞ്ഞ് മറ്റെങ്ങോട്ടെങ്കിലും മുങ്ങുവച്ചാ. എന്തെങ്കിലും അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് സാധാരണ അല്ലേ അമ്പിളി? അവനൊരാണല്ലേ, ബിസിനസ്സുകാരനല്ലേ. ആവശ്യമില്ലാത്ത നിന്റെ ഈ നിയന്ത്രണം ശരിയല്ല അമ്പിളി. ആ, ഞാൻ എന്റെ ഇതായാലും എല്ലാവർക്കും അത് ആവശ്യമില്ലാത്തതായിട്ട് തോന്നും. അത് നിങ്ങൾ ആരും എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാത്തതുകൊണ്ടാ. ശരി, നീ രഘുവിന്റെ കൂടെ പോയ മക്കളെ ആര് നോക്കും അമ്പിളി? എനിക്കും മഞ്ചാടിക്കും കൂടി 3 പേരെ ശ്രദ്ധിക്കാൻ പറ്റുമോ? എനിക്ക് ഉച്ചവരെങ്കിലും കോളേജിൽ പോണച്ചാ. ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. അമ്പിളി ചേച്ചിക്ക് ഭാനുമ്മ വന്ന ശേഷം ഹോസ്പിറ്റലിൽ പോയാ പോരെ? ആ, അതായിരിക്കും അമ്പിളി നല്ലത്. ഞാൻ വേണമെങ്കിൽ ശബരിയെ വിളിച്ച് 2 ദിവസം ദേ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമെന്ന് ചോദിക്കാം. അമ്മാവ, നമുക്കിറങ്ങിയാലോ? ഇതെന്താ രഘുവേട്ടാ ഇപ്പഴേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായോ? പിന്നെ റെഡിയാവോ? പിന്നെ എടി, ഡോക്ടർ റൗണ്ട്സിന് വരുന്നതിന് മുമ്പ് അവിടെ എത്തണ്ട അമ്പിളി. ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോ രഘുവേട്ടൻ എന്തിനാ അവിടെ? ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങളൊക്കെ കൂടെ നിൽക്കുന്ന സ്ത്രീകളോടാ ഡോക്ടർ സംസാരിക്കുന്നേ. അല്ല, ഞാനത് ഓർത്തില്ല. ഭാനുവും അവിടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ കുഴപ്പമില്ല. അമ്പിളി, നീ ചീരുവിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോ. ഞാനും മോനും പോകുമ്പോ കൊടുത്തേക്കാം. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോവാന്ന് വിചാരിച്ചതാ. പക്ഷേ അതവിടെ എത്തുന്നതിന് മുമ്പ് വിനയൻ അവൾക്ക് കഴിക്കാനുള്ളത് വാങ്ങിക്കൊണ്ട് വെച്ചേക്കും. അത് ശരിയാ. തുടക്കം മുതലേ ആ വക കാര്യങ്ങളൊക്കെ അവൻ നോക്കിയും കണ്ടും ചെയ്യുന്നതുകൊണ്ട് അതിൽ അവനെ വിലക്കാനും പറ്റില്ല. ഒരു കണക്കിന് വിനയേട്ടൻ അവിടെയുള്ളത് വലിയൊരു ഹെൽപ്പ് തന്നെയാച്ചാ. ചീരു ചേച്ചിയുടെ കാര്യത്തില് നമുക്കൊരു ടെൻഷൻ ഇല്ലാത്ത അതുകൊണ്ടല്ലേ. ഒന്നും മനസ്സിൽ കാണാതെ വിനയൻ ആർക്കൊരു ഹെൽപ്പും ചെയ്യില്ല മഞ്ചാടി. ചീരുവിനെ മക്കളും തിരിച്ചു പിടിക്കല അവന്റെ ലക്ഷ്യം. അതങ്ങനെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ അവന് തോന്നരുത് അമ്മാവ. അതുകൊണ്ട് ഇനിയെങ്കിലും അവനെ കുറച്ച് അകറ്റി നിർത്തണം. ശരി, നോക്കാം. ഞാനൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നമ്മളെ രഘുവേട്ടൻ ഹോസ്പിറ്റലിൽ പോയാലേ അവിടെ തന്നെ കാണണം. ഞാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാനിന്ന് അവിടെ തന്നെ ഉണ്ടാവുമ്പോളേ ഇന്നത്തെ വേറെ എല്ലാ പരിപാടിയും ഞാൻ മാറ്റി വെച്ചിരിക്കാം. മഞ്ചാടി വാ. ഒന്ന് വേഗം ആവട്ടെടി. നിന്റെയൊക്കെ നീരായിട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത ബ്ലോക്കിലുള്ളവരെ ഇറക്കാൻ. അതെ, ഒന്ന് പെട്ടെന്ന് ആവട്ടെ.
നാശങ്ങള്